കുട്ടികളാവാൻ വൈകുന്നവരിൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ തേടുകയാണെങ്കിൽ അത് നമുക്ക് മൂന്നായിട്ട് വേർതിരിക്കാൻ സാധിക്കും. ഒന്ന്, പുരുഷ പങ്കാളികളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുള്ളത്. രണ്ട്, സ്ത്രീ പങ്കാളികളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്. മൂന്നാമത്തേത്, ഇരു പങ്കാളികൾക്കും ഒരുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് കുട്ടികളാവാൻ വൈകുന്നത്. ഇതിൽ മൂന്നാമത് പറഞ്ഞ കണ്ടീഷനാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന്, സ്ത്രീ പങ്കാളികളിൽ എന്തെങ്കിലും ആർത്തവ ക്രമക്കേടുകളും അല്ലെങ്കിൽ PCOD, PCOS പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ്, പ്രത്യേകിച്ച് തൈറോയിഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പുരുഷ പങ്കാളിയിൽ ബീജങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് ബീജങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരിക, അല്ലെങ്കിൽ ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറഞ്ഞിരിക്കുക, ചലനശേഷി കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ബീജങ്ങൾ ശുക്ലത്തിൽ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളാവാൻ വളരെയധികം സമയം എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കപ്പിൾസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരും പരിശോധനയ്ക്ക് വിധേയമാവുക ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വളരെ നേരിയ ചേഞ്ചസ് ആണെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ച് ചികിത്സ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ചികിത്സ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്.